ദൈവത്തിന് മഹത്വം. പ്രതിയോഗിയോടുള്ള പ്രതിക്രിയ. എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്നു പറഞ്ഞു. ലൂക്കോസ് 18:3. ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് പോരാട്ടങ്ങളുള്ളത് ജഡരക്തങ്ങളോട് അഥവാ മനുഷ്യരോട് അല്ല, പിശാചിന്റെ തന്ത്രങ്ങളോടും അവന്റെ ദുഷ്ടാത്മസേനകളോടുമാണ് നമുക്ക് പോരാട്ടമുള്ളത്. ആകയാൽ നമ്മുടെ പ്രതിയോഗി പിശാചാണ്. അവൻ അലറുന്ന സിംഹമെന്നപോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ഇവിടെ നാം ശ്രദ്ധിക്കുമ്പോൾ എല്ലാവരെയും വിഴുങ്ങുവാനല്ല ചുറ്റി നടക്കുന്നത്, വിഴുങ്ങേണ്ടുന്ന വ്യക്തിയെ കണ്ടെത്തി വിഴുങ്ങുവാനായിട്ടാണ് ചുറ്റിത്തിരയുന്നത്. സഭയാം സ്ത്രീ പ്രസവിക്കുന്ന ആൺകുട്ടിയായ ജയം പ്രാപിക്കുന്ന വിശുദ്ധന്മാരെ തിന്നുകളവാനാണ് പിശാച് ശ്രമിക്കുന്നത്. കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ ആഗ്രഹിച്ച് ഉത്സാഹത്തോടെ ഒരുങ്ങുന്നവരെ വിഴുങ്ങുവാൻ അഥവാ തിന്നുകളവാനാണ് പിശാച് ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ ഒരു തലയുള്ള പാമ്പായിട്ടാണ് പിശാച് വന്നത്. എന്നാൽ ഈ അന്ത്യകാലത്ത് 7 തലയുള്ളതായി മുഴുബലത്തോടെ പ്രവർത്തിക്കുന്ന സാത്താനെയാണ് നാം കാണുന്നത്. ആകയാൽ തന്നെ ഈ പ്രതിയോഗിയായ പിശാചിൽ നിന്ന് ദൈവം നമ്മെ പ്രതിക്രിയ നടത്തി രക്ഷിക്കേണ്ടിയിരിക്കുന്നു. അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ നാം ദൈവശക്തിയിൽ കാക്കപ്പെടേണ്ടിയിരിക്കുന്നു. യേശു മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കിയിട്ടാണ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റത്. ആകയാൽ ദൈവപുത്രനായ കർത്താവിന്റെ ശബ്ദം കേട്ടാണ് മരിച്ചവരുടെ പുനരുത്ഥാന നാളിൽ മരിച്ചവരെല്ലാവരും ഉയർക്കുന്നത്. വിശേഷാൽ നാം ശ്രദ്ധിക്കേണ്ടത് രൂപാന്തരയോഗ്യരായവരുടെ ഉയർപ്പും ശരീരരൂപാന്തരവും ഉണ്ടാകുമ്പോൾ കാഹളനാദത്തിങ്കലാണ് അത് സംഭവിക്കുന്നത്. തനിക്കുള്ളവരെ ചേർക്കുവാൻ വരുന്ന കർത്താവിന്റെ പ്രത്യക്ഷതയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടിയാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിവരുന്നത്. ഈ മുഴക്കവും നാദവുമെല്ലാം യഹോവ തന്റെ ശത്രുക്കളോട് പ്രതിക്രിയ ചെയ്യുന്ന യഹോവയുടെ നാദമാണെന്ന് കാണാം. ആകയാൽ കർത്താവിന്റെ വരവിൽ നാം രൂപാന്തരപ്പെട്ട് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നമ്മുടെ പ്രതിയോഗിയായ പിശാചിനോട് പ്രതിക്രിയ നടത്തുന്നതിന്റെ നാദം മുഴക്കിയാണ് നമ്മെ നിത്യതയിലേക്ക് ചേർത്തുകൊള്ളുന്നത്. എന്നാൽ ദൈവം പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്നത് ആരെയാണെന്നും ഏതിനാലാണെന്നും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ വൃതന്മാരെയാണ് താൻ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്നതായി നാം വായിക്കുന്നത്. ഈ വൃതന്മാരെക്കുറിച്ച് നാം കൂടുതലായി പഠിക്കുമ്പോൾ അവർ പിതാവായ ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവരും തുടർന്ന് ദൈവത്താൽ വിളിക്കപ്പെട്ട് മാനസാന്തര സ്നാനത്തിലൂടെ നീതീകരിക്കപ്പെട്ടവരും പരിശുദ്ധാത്മാവിനാൽ ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് ദൈവസന്നിധിയിൽ പൂർണ്ണ അനുസരണത്തോടെ ജീവിക്കുന്നവരുമാണ്. മാത്രമല്ല അവർ യേശുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ട് സകല പാപവും സകല അനീതിയും പോക്കി ദൈവത്താൽ കഴുകപ്പെട്ട് ശുദ്ധീകരണം പ്രാപിക്കുന്നവരുമാണ്. ഈ വിധമായ ഒരു ആത്മീക ജീവിതം ചെയ്യുന്ന ദൈവത്തിന്റെ വൃതന്മാരിൽ ചില വിശേഷതകൾ നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമത്, അവർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. വിളിക്കപ്പെട്ടവർ അനേകമെങ്കിലും തിരഞ്ഞെടുക്കപ്പെടുന്നവർ ചുരുക്കമാകയാൽ നാമും തിരഞ്ഞെടുക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊണ്ട് ജീവിപ്പാൻ ഉത്സാഹിക്കാം. രണ്ടാമതായി, ഈ വൃതന്മാർ ദൈവത്തിന്റെ വിശുദ്ധന്മാരാണ്. യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്ത ഈ ദൈവത്തിന്റെ വിശുദ്ധന്മാരായവരെയാണ് അന്ന് തന്റെ അടുക്കൽ കൂട്ടിച്ചേർക്കുന്നത്. മൂന്നാമതായി, അവർ ദൈവത്തിന് പ്രിയരായവരുമാണ്. ദൈവത്തിന്റെ പ്രതിപുരുഷരായ ശുശ്രൂഷകർക്ക് നാം പ്രിയരും വാഞ്ചിതരുമാകുവാൻ പരിശ്രമിക്കാം. അതിനാൽ ദൈവപ്രസാദം ലഭിച്ച ദൈവത്തിന്റെ പ്രിയപുത്രരായി തീരുവാൻ നമുക്കിടയാകും. കർത്താവിന് പ്രിയരായ ഈ സഹോദരന്മാരെ ദൈവം ആദിമുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുക്കുന്നു. ക്രിസ്തു യേശുവിനുള്ള രക്ഷ നിത്യതേജസ്സോടെ കിട്ടുന്നത് ഈ വൃതന്മാർക്കാണ്. കർത്താവ് തന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടെ അയച്ചിട്ടാണ് പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി ഈ വൃതന്മാരെ നിത്യരക്ഷയ്ക്കായി 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കുന്നത്. പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി ദൈവം ഈ വൃതന്മാരെ നിത്യമായ രക്ഷയ്ക്കായി ഒരുക്കേണ്ടതിന് ഈ വൃതന്മാർ രാപ്പകൽ ദൈവത്തോട് നിലവിളിക്കുന്നവരായി കാണപ്പെടുന്നു. കാരണം യേശുക്രിസ്തു ഈ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞുപോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണമെന്നാണ്. ഇടവിടാതെ പ്രാർത്ഥിപ്പിനെന്നുള്ളത് നമ്മെക്കുറിച്ചുള്ള ദൈവേഷ്ടവുമാണ്. മാത്രവുമല്ല, തന്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ദൈവം അവരുടെ നിലവിളി കേട്ടാണ് അവരെ രക്ഷിക്കുന്നതാകയാൽ നാം ഉണർന്നിരിക്കുമ്പോൾ മാത്രമല്ല,
ഉറങ്ങുമ്പോഴും വാതിൽക്കൽ മുട്ടുന്ന പ്രിയന്റെ സ്വരം കേൾക്കത്തക്കവണ്ണം നാം ഹൃദയത്തിൽ ഉണർന്നിരുന്ന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മിക ഗീതങ്ങളാലും എല്ലായ്പ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിനു പാടിയും കീർത്തനം ചെയ്തും ജീവിക്കുവാൻ ഇടയാകട്ടെ. ഇങ്ങനെ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ ദൈവം ദീർഘക്ഷമയുള്ളവനാണ് എന്നു കാണുന്നു. യഹോവയായ ദൈവം തന്നെക്കുറിച്ച് പറയുമ്പോൾ താൻ ദീർഘക്ഷമയുള്ളവനാണ് എന്ന് വ്യക്തമായി പറയുന്നു. അത് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹകരമായ ചില കാര്യങ്ങൾക്കായിട്ടാണ്. ഒന്നാമത്, ദൈവം ദീർഘക്ഷമയും മഹാദയയുമുള്ളവനായി നമ്മുടെ അകൃത്യവും ലംഘനവും ക്ഷമിക്കുന്നവനാകുന്നു. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്ന മഹാപുരോഹിതനായി തൻ്റെ ദീർഘക്ഷമയാൽ നമ്മുടെ കുറവ് കുറ്റങ്ങളൊക്കെ നമ്മോട് ക്ഷമിക്കുന്നു. രണ്ടാമത്, നാം ഇസ്രായേൽ ജനത്തെപ്പോലെ ദുശ്ശാഠ്യം കാണിച്ച് ദൈവത്തോട് മത്സരിക്കുന്നവരായി തീരുമ്പോഴും ദൈവം ദീർഘക്ഷമയുള്ളവനാകയാൽ നമ്മെ കൈവിട്ടുകളയുന്നില്ല. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് ദൈവം എന്നെ അരുളി ചെയ്തിരിക്കുന്നു. മൂന്നാമത്, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാനായി ദൈവം ഇച്ഛിച്ചിട്ട് നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നു. സഭയും വ്യക്തികളും മാനസാന്തരപ്പെട്ട് ആദ്യ സ്നേഹത്തിലേക്കും ആദ്യത്തെ പ്രവൃത്തിയിലേക്കും മടങ്ങിവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നാലാമത്, കൃഷിക്കാരനായ കർത്താവ് നമ്മെ വിലയേറിയ ഫലങ്ങളായി കാണുവാൻ ആഗ്രഹിച്ച് മുൻമഴയും പിന്മഴയുമാകുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുവാനായി ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു. ഫലത്തെ ചേർക്കുവാൻ വരുന്ന കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നാം സകലവിധത്തിലും വിശിഷ്ടഫലമായി മാറ്റപ്പെടുവാൻ അതിനാൽ ഇടയാകുന്നു. ഈ വിധമായി കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നാം ചേർക്കപ്പെടത്തക്കവണ്ണം കർത്താവിൻ്റെ ദീർഘക്ഷമ നമുക്ക് രക്ഷയായിത്തീരുന്നു. ദൈവം ഇങ്ങനെ ദീർഘക്ഷമയുള്ളവനാണെങ്കിലും തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ അവരെ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് വായിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവിൻ്റെ പ്രത്യക്ഷത വേഗത്തിലാണ് എന്ന് കർത്താവ് പറയുന്നു. എന്നാൽ ഇതുവരെയും കർത്താവ് വന്നിട്ടില്ല എന്ന് നാം അറിയുന്നു. ആകയാൽ കർത്താവിൻ്റെ വരവ് വേഗത്തിൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്ന അർത്ഥത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത്. യേശു പെട്ടെന്ന് വന്ന് നമ്മെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പാൻ നമ്മോടും എല്ലാവരോടും പറയുന്നു. കാരണം നാം അന്വേഷിക്കുന്ന കർത്താവ് പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വരും. ഇതാ അവൻ വരുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. മരണം നമ്മെ പെട്ടെന്നാണ് പിടികൂടുക. പെട്ടെന്ന് കണ്ണിമയക്കുന്നിടത്തിലാണ് നാം രൂപാന്തരപ്പെടുന്നത്. കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ യോഗ്യരായി ജയം പ്രാപിച്ച ആൺകുട്ടിയായി തീരുന്നവർ ദൈവത്തിൻ്റെ അടുക്കലേക്കും തൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്നാണ് എടുക്കപ്പെടുന്നത്. മനുഷ്യപുത്രന്റെ പ്രത്യക്ഷതയുടെ ദിവസം നമുക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ നാം സൂക്ഷിച്ചു കൊള്ളേണം. ആകയാൽ നാം സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുന്നവരാകണം. യേശു സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരും എന്നറിയായിക്കൊണ്ട് എപ്പോഴും ഉണർന്നിരിക്കുന്നവരാകുവാൻ ഇടയാകട്ടെ. അങ്ങനെ നമ്മുടെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങുന്നവരാകാം. ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിനു വേണ്ടി ഒരുക്കുന്ന ദൈവം നമ്മെ ഏവരെയും സഹായിച്ച് ഒരുക്കിയിട്ട് നാം കർത്താവിനെ എതിരേൽക്കാൻ കാത്തു നിൽക്കുന്നവരാകാം.